ഹായ് പ്രിയമുള്ളവരെ, ഏവർക്കും നമസ്കാരം. കാണാപ്പുറത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്നുള്ളത് കോഴിക്കോട് ജില്ലയിലെ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലെ വെള്ളന്നൂർ എന്ന മനോഹരമായ കാർഷിക ഗ്രാമത്തിലാണ്. വളരെ വ്യത്യസ്തനായ ഒരു കർഷകനെ നിങ്ങളെ പരിചയപ്പെടുത്താനും ഈ വെള്ളന്നൂരിൻ്റെ ഭംഗി നിങ്ങളിലേക്ക് എത്തിക്കാനുമാണ് ഞങ്ങൾ ഇന്ന് കാണാപ്പുറമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. പോവാം വീഡിയോയിലേക്ക്. ഇതാണ് ഞാൻ നമ്മളെ വ്യത്യസ്തനായ ഒരു കർഷകനെ പരിചയപ്പെടുത്താനെന്ന് പറഞ്ഞത്. അങ്ങനെ പറയാൻ കാരണം ഇദ്ദേഹവും എന്നെപ്പോലെ തന്നെ ഒരു KSRTC ഉദ്യോഗസ്ഥനാണ്. ആ ജോലിക്കിടയിൽ കിട്ടുന്ന പരിമിതമായ സമയം ഉപയോഗിച്ചാണ് ഇദ്ദേഹം ഏക്കറുകളോളം നെൽകൃഷിയും മറ്റ് ഒരുപാട് കൃഷികളും ചെയ്യുന്നത്. അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് സുനിയേട്ടനോട് തന്നെ ചോദിച്ചറിയാം. സുനിയേട്ട നമസ്കാരം. നമസ്കാരം. പിന്നെ ഈ എന്തൊക്കെ കൃഷികളാണ് സുനിയേട്ട ഇപ്പോൾ ചെയ്യുന്നത്? കാര്യമായിട്ട് നെൽകൃഷിയിലാണ് ഇപ്പം വർഷങ്ങളായിട്ട് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. പിന്നെ എല്ലാ കൃഷിയുണ്ട്. നേന്ത്രവാഴ ഉണ്ട്, കപ്പ ഉണ്ട്, പിന്നെ വ്യത്യസ്ത തരം കിഴങ്ങുകൾ, നമ്മൾ നഷ്ടപ്പെട്ടു പോയ പഴയ ചെറുകിഴങ്ങുകൾ, അതുപോലെ പിന്നെ ചെറുചേമ്പ്, പിന്നെ ഈ നനക്കിഴങ്ങ് എന്ന് പറഞ്ഞ പൂടക്കിഴങ്ങ് എന്ന് പറയുന്ന സാധനം പലരും സൂക്ഷിക്കുന്നുണ്ട് ഇപ്പോഴും. എങ്കിലും പൊതുവിപണിയിൽ വളരെ കാലത്തൊക്കെ നമ്മൾ ചെറിയ തൊലി പൊളിച്ച് പൊതുവിപണി കിട്ടാത്ത സാധനങ്ങൾ ശേഖരിച്ച് ഇത്തവണ ചെയ്യുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം ചെയ്തിരുന്നു. ഈ എന്നാലും കാട്ടുപന്നി ശല്യമൊക്കെ ഉണ്ടെങ്കിലും പുറത്തേക്ക് കൊടുക്കാനുണ്ടോ? വിൽപ്പന കൂടി ഉദ്ദേശിച്ചാണ് പ്രാവശ്യം ചെയ്യുന്നത് ഈ പ്രാവശ്യം. അതെ അതെ. ഇതൊക്കെ നമ്മളെ ഈ ജോലിക്കിടയിൽ കിട്ടുന്ന സമയം പരമാവധി ഇതിൻ്റെതായിട്ടുള്ള കൃഷിയായിട്ടുള്ള ഗവേഷണവും പരിപാടിയും മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട്, അങ്ങനെ പഴങ്ങളും പലതും. അതെ, ഡ്രാഗൺ ഫ്രൂട്ട്, പിന്നെ ഒരു ഫ്രൂട്ട്സിന്റെ തോട്ടം ഞാൻ തയ്യാറാക്കാൻ പോകുന്നുണ്ട്. അതെ, ഇതൊക്കെ നമ്മളെ സ്വന്തം സ്ഥലത്ത് തന്നെയാണോ അല്ലെങ്കിൽ? ഫ്രൂട്ട്സിന്റെ ഒക്കെ സ്വന്തം സ്ഥലത്ത് തന്നെയാണ്. നെൽകൃഷി കൂടുതലും പാട്ടകൃഷിയായിട്ടാണ് ചെയ്യുന്നത്. പാട്ടായി അല്ലേ? അത് ഏതോ ഒരു വർഷം സുനിയേട്ടൻ മൂന്ന് തവണ ഉണ്ടാക്കുന്ന നെൽകൃഷി അടക്കം ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. എല്ലാ സീസണായിട്ട് പരമാവധി 3 പ്രാവശ്യമല്ലേ നെൽകൃഷി 3 പ്രാവശ്യമാണ് കാര്യമായിട്ട് ചെയ്യുക. ഔഷധ ഗുണമുള്ള രക്തശാലിയാണ് കൂടുതൽ. അത് കേരള സർക്കാരിന്റെ പിന്നെ കേരള ഗ്രോ ബ്രാൻഡിങ് വാങ്ങിയ കേരളത്തിലെ ഫസ്റ്റ് അരി അതാണ്. കഴിഞ്ഞ ഓണവിപണിയിൽ കോഴിക്കോട് ജില്ല കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും കൃഷി വിപണിയിൽ, കൃഷി വകുപ്പിൻ്റെ കീഴിലെ കൃഷി വിപണിയിൽ നമ്മളെ രക്തശാലി വെള്ളന്നൂർ ഓർഗ ഫുഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് ആ പ്രൊഡക്റ്റായിരുന്നു കൊടുത്തത്. നമ്മളെ പ്രൊഡക്റ്റാണ്. നമ്മളതിന് ബ്രാൻഡ് വാങ്ങി ചെയ്താണ്. സർക്കാരിൻ്റെ അംഗീകാരം വാങ്ങിയിട്ട് ബ്രാൻഡായിട്ട് ചെയ്യുന്ന അരിയാണ്. അത് പിന്നെ പഴയ രാജ കുടുംബങ്ങളിലൊക്കെ അവർ മാത്രം കഴിച്ചിരുന്നൊരു പ്രത്യേക അരിയായിരുന്നു. യുവത്വം നിലനിർത്തും, ബ്ലഡിലെ കൗണ്ടിങ് കൂട്ടും, തവിടിലാണ് അതിൻ്റെ ഏറ്റവും ഗുണമേന്മ ഉള്ളത്. പിന്നെ ക്യാൻസർ പേഷ്യൻസ്, ഷുഗർ പേഷ്യൻസ് ഇവരൊക്കെ ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങി പോകുന്നുണ്ട്. നന്നായിട്ട് ആളുകൾക്ക് വലിയ ഒരു എനർജി കിട്ടുന്ന ഒരു സംഭവമാണ് അരി. കോഴിക്കോട് നിറപുത്തരി എന്ന് പറഞ്ഞ സ്ഥാപനം നമ്മൾ 3 മാസമായിട്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. അതായത് പിന്നെ പാളയത്ത് തന്നെ വെള്ളരിയിൽ ഗാർഡൻസ് എന്ന് പറഞ്ഞ ആ ബിൽഡിങ്ങിലാണ്. കോട്ടക്കൽ അരിശാല, ശ്രീനാരായണ ഫാർമസി. അവിടെ നമ്മുടെ അടുത്ത് പിന്നെ രക്തശാലി അരി, നവരി അരി, അങ്ങനെ വിവിധ അരികളുണ്ട്. അരിന്റെ പ്രൊഡക്റ്റുകളുണ്ട്. കുന്നംകായ, പുട്ടുപൊടി. പുട്ടുപൊടിയൊക്കെ വലിയ ഡിമാൻഡാണ്. നമ്മളെ സ്റ്റീംഡ് പുട്ടുപൊടിയാണ്. വേറെ ഏതോ ഒരു പ്രത്യേക തരം അരി സുനിയേട്ടൻ ഉൽപ്പാദിപ്പിച്ചു എന്നുള്ളത് അന്ന് ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതാണ് നമുക്കൊരു പിന്നെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് കിട്ടിയ സംഭവം അതാണ്. കാരണം നമുക്ക് കൃഷി ഒരുപാട് ചെയ്യുന്നുണ്ടെങ്കിലും പുറത്തേക്ക് വ്യാപകമായിട്ട് പ്രചാരം വന്നത് അഗോനിബോറ കേരളത്തിൽ ആദ്യമായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയെന്നുള്ളതാണ്. അത് ആസാമിലൊക്കെ ഉണ്ടാവുന്നത് പിന്നെ പച്ചവെള്ളത്തിലിട്ടാൽ ചോറാവുന്ന അരി എന്ന, അതായത് ഇൻസ്റ്റൻറ്റ് റൈസ് എന്നൊക്കെ പറയുന്ന, മേജിക് റൈസ് എന്നൊക്കെ പറയുന്ന ആ സാധനം നമ്മൾ ആസാമിലുള്ള എൻ്റെ ഒരു ബന്ധു, എൻ്റെ പിന്നെ രാകേഷ് പോത്ത് എന്ന് പറഞ്ഞ എൻ്റെ പിന്നെ മരുമകൻ, അയാൾ CRPFലാണ്. അദ്ദേഹത്തിനോട് വന്നപ്പോൾ അത് ആദിവാസി ഏരിയയിൽ നിന്ന് ശേഖരിച്ച് തന്ന ആ വിത്ത് നമ്മളിവിടെ ഈ തൊട്ട മുമ്പുള്ള വയലിൽ തന്നെ അത് കൃഷി ചെയ്ത് നല്ല വിളവ് കിട്ടി. അത് ഇത്ര വാർത്താ പ്രാധാന്യം കിട്ടുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാനത് കൃഷി ഓഫീസറൊക്കെ വിളിച്ചിട്ടാണ് വിളവെടുത്ത്. അപ്പോൾ അത് വാർത്ത ഇതായി. അങ്ങനെയാണ് ആ ഇൻസ്റ്റൻറ്റ് റൈസ് പിന്നെ അഗോനിബോറ എന്ന അരി വളരെ കേരളത്തിൽ പ്രചാരത്തിലായിരുന്നു. നമ്മൾ ഒരുപാട് ചാനലിലും പേപ്പറിലും ഒക്കെ പച്ചവെള്ളത്തിൽ അതാ കൊറോണ കാലത്താണ് നമ്മളാ ചെയ്യുന്നത്. കേരളത്തിൽ ആദ്യമായിട്ട് സുനിയേട്ടനാണോ വിജയിപ്പിച്ച ഞാനാ. പലരും ചെയ്തിട്ടുണ്ട്, അത് അത്ര വിജയിച്ചില്ലായിരുന്നു. 2 വർഷം നമ്മളത് വിളവെടുത്തു. കാർഷിക സർവകലാശാല വരെ എൻ്റെ അടുത്ത് വിത്ത് കൊണ്ടുപോയി. എൻ്റെ നേരിട്ട് വന്ന് അവർ പീലിക്കൊടിക്കൊക്കെ സാധനം കൊണ്ടുപോയി ഇവിടുന്ന് വിത്ത്. കാസർഗോഡ്. പിന്നെ അത് 2-3 വർഷമായപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥയും
ക്രോസ് പോളിനേഷൻ ഒക്കെ ആയിട്ട് അതിന്റെ കുറെ നഷ്ടം വന്നു. അതിന്റെ വിത്ത് സ്വഭാവം മാറി. വിത്ത് വിത്ത് ഉണ്ട്, പക്ഷെ അത് സ്വഭാവം മാറി. ഇപ്പൊ അത് നമ്മളെ കാലാവസ്ഥയിൽ അത് ഇപ്പൊ പച്ചവളത്തിട്ട് അത് ചോറായിക്കൊള്ളുന്നില്ല. എന്നാലും ചെറിയ വേവിന് കിട്ടും. എന്നാലും അത് ആ രൂപത്തിൽ കൊടുക്കാൻ വയ്യ. ഈ പുതിയ വിത്ത് നമ്മൾ ശേഖരിക്കുന്നുണ്ട്. ഒരു കർഷകനെ കാണാൻ എന്നുള്ള നിലയിൽ ഞാനൊരു സാധാരണ വേഷത്തിലായിരുന്നു സുനിയേട്ടനെ കാണാൻ വന്നത്. ഇവിടെ വന്നപ്പം പണ്ട് കാലത്ത് നമ്മളെ നാട്ടിലൊക്കെ സുലഭമായിട്ടുണ്ടായിരുന്ന ഇപ്പം നശിച്ചു പോയൊരു സാധനമാണ് ഈ ഓലക്കൊട. കർഷകർ വയലിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന ഒരു കുടയാണ്. ഇതാകുമ്പം പിടിക്കുകയൊന്നും വേണ്ടത്, നമ്മളിങ്ങനെ തലയിൽ അങ്ങോട്ട് വെച്ച് കൊടുത്താൽ വെയിലിൽ നിന്ന് രക്ഷ നേടുകയും ചെയ്യാം. നമുക്ക് നമ്മൾ ചെയ്യുന്ന ജോലികളൊക്കെ ചെയ്യാം. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇത് ആരും കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ല. ഇതും കൂടി സുനിയേട്ടൻ്റെ ശേഖരത്തിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയതാണ്. ഇതുപോലെ തന്നെ 1-2 തവണ KSRTCയുടെ സ്ഥലത്ത് എന്തോ കൃഷി ചെയ്തിട്ട് KSRTCയിൽ പിന്നെ നമ്മൾ ഒരു കഴിഞ്ഞ വിഷുവിന് പിന്നെ ഈ കഴിഞ്ഞല്ല അതിന് മുമ്പത്തെ വിഷുവിന് നമ്മൾ കണിവെള്ളരി വിളവെടുപ്പ് നടത്തിയിരുന്നു. DTO ആയിരുന്നു അന്ന് വിളവെടുപ്പും. DTO നമ്മളെ ഇൻസ്പെക്ടർമാരും കൂടിയായിട്ട് നല്ലൊരു പരിപാടിയായിരുന്നു അത്. അതിനുശേഷം നമ്മളൊരു പൂന്തോട്ടം തയ്യാറാക്കി അവിടെ, ചെണ്ടുമല്ലി കൃഷി കഴിഞ്ഞ ഓണത്തിനേക്ക്. അതെ, ആ പൂ കൊണ്ടാണ് നമ്മൾ പ്രാവശ്യം കഴിഞ്ഞ വർഷത്തെ അടുത്ത ഓണാഘോഷത്തിനുള്ള പൂന്തോട്ടം പിന്നെ പൂക്കളം. ഞങ്ങളൊരു കൂട്ടായ്മ ഉണ്ട്, സ്നേഹസ്പർശം കൂട്ടായ്മ എന്ന KSRTCയിൽ 10 രൂപ പേരുള്ള കൂട്ടായ്മ ഉണ്ട്. ആ കൂട്ടായ്മേന്റെ സംയുക്തമായിട്ടാണ് ഞങ്ങൾ ചെയ്തിരുന്നത്. ഇതിന് KSRTC സപ്പോർട്ട് കിട്ടുന്നുണ്ട്. KSRTC DTO മുതൽ എല്ലാവരും നമുക്ക് വളരെ സപ്പോർട്ട് തരുന്നുണ്ട് എല്ലാ കാര്യത്തിലും. കൃഷി വകുപ്പ് വളരെ കൂടെ തന്നെ ഉണ്ടാവാറുണ്ട്. അവർ പറയുന്ന പല പ്രൊജക്റ്റും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ വിളവെടുപ്പ് നടക്കുകയാണല്ലോ, തിരക്കേടില്ല. കഴിഞ്ഞ തുടക്കത്തിലെ മഴ വന്നപ്പോൾ നമ്മളെല്ലാം നശിച്ചു എന്ന് കരുതിയാണ്. പക്ഷേ നമുക്ക് പിന്നെ കിട്ടിയ ആ ഇടവേളയിൽ നല്ല കൃഷിയായിട്ട് നന്നായിട്ട് വന്നു. ഈ പ്രാവശ്യം നല്ല വിളവാണ് കിട്ടിയത്. പിന്നെ ഈ പരമ്പരാഗത തൊഴിലാളികൾ, ബംഗാളിൽ നിന്ന് വരുന്ന തൊഴിലാളികളായിരുന്നു എല്ലാവരും മടങ്ങിപ്പോയത്. ഇലക്ഷൻ പ്രമാണിച്ച് മടങ്ങിപ്പോയത് കൊയ്ത്തിന് വലിയൊരു ഭീഷണിയായി. വലിയ കൂലിയാണ് അവർ പ്രാവശ്യം വാങ്ങി. 1200 രൂപയോളം ഒരാൾക്ക് വരും ചിലവ്. അപ്പോൾ നമുക്കത് ലാഭകരമല്ല. കഴിഞ്ഞ പ്രാവശ്യം 800 രൂപയ്ക്ക് ചെയ്ത് ഇപ്രാവശ്യം 1200 രൂപ, 50% വർധനവ്. അത് വലിയൊരു പ്രയാസം തോന്നി. എങ്കിലും ഞങ്ങൾ മെഷീൻ കൊണ്ടുവന്ന് ഇറക്കി. വളരെ മെഷീനെ കൊണ്ട് 8/4 മെഷീനെ കൊണ്ട് കൊയ്തുകൊണ്ട് വളരെ ലാഭകരമാണ്. ഇപ്പോൾ ആ വയലിൽ കൃഷി ചെയ്യാനുള്ള സൗകര്യങ്ങളും അതാണ് ഒരു പ്രയാസം. കാരണം കോഴിക്കോട് ജില്ലയിലെ ടൂറിസ്റ്റ് പ്ലേസ് പോലെ സങ്കേതം എന്ന പ്രദേശത്താണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. അവിടെയുള്ള ഭീഷണി എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഒരു നടുക്കൂടെ തോട് പോകുന്നുണ്ട്, വയലിൻ്റെ നടുക്കൂടെ. അത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലും പല പ്രാവശ്യം നമ്മൾ പല പഞ്ചായത്തിലൊക്കെ സമ്മർദ്ദം ചെലുത്തിയാണ്. അതൊന്ന് ക്ലീനാക്കിയിട്ട് അടിഞ്ഞു കിടക്കുന്ന മണ്ണും എക്കൽ മണ്ണൊക്കെ മാറ്റി വെള്ളം സുഗമമായി ഒഴുകുന്ന സംവിധാനം ഒരുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല പ്രാവശ്യം ആവശ്യപ്പെട്ടാണ്. ഇതുവരെ അത് നടന്നിട്ടില്ല. അതുകൊണ്ടാണ് മഴക്കാലത്ത് വെള്ളം കെട്ടി നിന്ന് പെട്ടെന്ന് ഒരു മഴ പെയ്യുമ്പോഴേക്കും നെല്ലിൽ വെള്ളം കയറി ഒക്കെ നശിച്ചു പോകുന്നൊരു അത് ഞങ്ങൾ വീണ്ടും സമ്മർദ്ദം ചെലുത്തി അതൊന്ന് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പിന്നെ കൂടാതെ ഈ ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് നമുക്ക് ഒരു വളരെ താല്പര്യമാണ് ഈ ഫാം ടൂറിസത്തിനൊക്കെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള കാഴ്ചപ്പാടുള്ള ആളാണ് ഞാൻ. ആ ആശയത്തിന് വേണ്ടി നമ്മൾ കുറേ നിവേദനം കാര്യങ്ങളൊക്കെ കൊടുത്തതാണ്. പക്ഷേ ഇതുകൊണ്ടുള്ളൊരു ഭവിഷ്യത്ത് എന്താണെന്ന് പറഞ്ഞാൽ ഈ മദ്യക്കുപ്പികൾ വയലിലേക്ക് വലിച്ചെറിയാം. അത് പൊട്ടിയിട്ട് ഈ കഴിഞ്ഞ വർഷം തന്നെ 5-6 തൊഴിലാളികളുടെ കാലുകൾ 5ഉം 10ഉം തുന്നിക്കെട്ട് വരേണ്ട അവസ്ഥയിൽ കീറിപ്പോയ അവസ്ഥ ഉണ്ടായി. കാരണം ഈ ബ്രാൻഡി കുപ്പിയും ബിയറിൻ്റെ കുപ്പിയൊക്കെ വയലിലേക്ക് ഇറങ്ങിയിട്ട് അങ്ങനത്തെ ഒരു പലരും റോഡ് സൈഡിലെ വയലുകളൊക്കെ ഇപ്പം ശൂന്യമാണ്, കൃഷി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലെത്തി. കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും മനോഹരമായ ഒരു ഗ്രാമപ്രദേശമാണ് വെള്ളന്നൂർ എന്ന് പറയുന്നത്. ഈ വെള്ളന്നൂർ അതിനേക്കാൾ ഏറ്റവും മനോഹര വെള്ളന്നൂരിൽ തന്നെയുള്ള സങ്കേതം. ആ സങ്കേതം ഒരുപാട് വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് ആൾക്കാർ പല സ്ഥലത്തു നിന്നും വന്നിട്ട് ആ വയലിലെ കാറ്റും കൊണ്ട് ആ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാണ്. ഇതിനിടയിൽ സുനിയേട്ടൻ പറഞ്ഞ പോലെ കുറച്ച് സാമൂഹ്യ വിരുദ്ധർ മദ്യം കഴിച്ചിട്ട് അതിൻ്റെ കുപ്പിയൊക്കെ പൊട്ടിച്ച് വയലിലേക്ക് വലിച്ചെറിയുമ്പം നമ്മളെ കൃഷിക്കാർക്കൊക്കെ മുറികളും അതും ഇതൊക്കെ പറ്റുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇവിടെ വരുന്നവർ ആ പ്രകൃതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകണം. മദ്യങ്ങളൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ കുപ്പിയൊക്കെ എവിടെയെങ്കിലും ഒന്ന് സുരക്ഷിതമായിട്ട് വെക്കുക എന്നല്ലാതെ അത് പൊട്ടിച്ച് വയലിലേക്കൊന്നും എറിയാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പ്രാവശ്യം നിങ്ങൾ പാലക്കാട് നിന്ന് മെഷീൻ പാലക്കാട് ടീം അല്ല, നിലമ്പൂർ ടീമാണത്. നിലമ്പൂരിൽ നിന്ന് ഉള്ള ഒരു ടീമാണ് അത് ഇറക്കി. നമ്മളത് ഈ പ്രാവശ്യം ബംഗാളികളെ തൊഴിലാളികളെ അപര്യാപ്തത മൂലം സുനിയേട്ടൻ ഈ പ്രാവശ്യം മെഷീൻ ഇറക്കിയിട്ടാണ് കൊയ്തത്. അപ്പോൾ നമുക്ക് ആ കൊയ്യുന്ന രംഗങ്ങളൊക്കെ ഒന്ന് പോയി കാണാം. ആ സുനിയേട്ടൻ കൃഷി ചെയ്ത വയലും ആ നെല്ലും ഒക്കെ നമുക്കൊന്ന് പോയി കാണാം.
അപ്പോൾ ഇതാണ് വിശ്വേട്ടൻ. വിശ്വേട്ടൻ ഒരു KSRTC റിട്ടയർഡ് ഡ്രൈവറാണ്. വിശ്വേട്ടനാണ് സുനിയേട്ടനായി ഈ കാർഷിക രംഗത്തേക്ക് കൊണ്ടുവന്ന ഗുരുവാണ്. സുനിയേട്ടൻ്റെ ഗുരുനാഥനാണ്. അങ്ങനെ ഒരു ജോലിക്കാരൻ എന്നുള്ള നിലയിൽ പിന്നെ ഒരുപാട് പുതിയ കൃഷി രീതികൾ സുനിയേട്ടൻ തുടങ്ങുന്നുണ്ട്. അതങ്ങനെ മുന്നോട്ട് പോട്ടെ. ഞങ്ങളെ KSRTCയുടെ ഭാഗത്തുനിന്നും ഒരുപാട് സഹകരണം സുനിയേട്ടന് കിട്ടുന്നുണ്ട്. വീണ്ടും അത് കിട്ടട്ടെ. അങ്ങനെ നല്ലൊരു കർഷകനായിട്ട് എന്നും സുനിയേട്ടൻ അറിയപ്പെടട്ടെ. ഒരുപാട് സന്തോഷം സുനിയേട്ടാ. KSRTC കുടുംബത്തിൽ നിന്ന് ഒരാൾ വന്ന് ഇന്റർവ്യൂ ചെയ്യുന്ന പറയുമ്പോൾ അത് എനിക്ക് കൂടുതൽ അഭിമാനം തോന്നുന്നു. കാണാപ്പുറത്തിൻ്റെ വളരെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.